നമ്മുടെ ലൈഫിൽ നിരന്തരമായിട്ട് ഓരോ നിമിഷവും നമ്മൾ സയൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോഴും അൺസയൻറ്റിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കാറുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് അസ്ട്രോളജി. എന്തൊക്കെ ട്രിക്സ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് നമുക്ക് സയൻറ്റിഫിക്കലി നോക്കാം. അതിൽ ആദ്യത്തെ ടെക്നിക്കാണ് കോൾഡ് റീഡിംഗ്. പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് എല്ലാവരും ജോത്സ്യനെടുത്ത് പോകുന്നത്. മൊത്തം പ്രശ്നങ്ങളാണല്ലോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഇംപ്രസ് ആയി പോകുന്നതാണ് പലരും. നമ്പർ 2 ആണ് PT ബാർണം എഫക്റ്റ്. പൊതുവേ വളരെ ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കുക. അതായത് നിങ്ങൾ വളരെ ബുദ്ധിമാനും നിങ്ങൾ വളരെ കഴിവുള്ള വ്യക്തിയാണ്, പക്ഷേ ചില സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ സത്യസന്ധനാണ്, അതുകൊണ്ട് തന്നെ കിട്ടിയ പണികളാണ് നിങ്ങൾക്കുള്ളത്. ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തന്നെ എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. മൂന്നാമത്തെ പോയിന്റാണ് ഷോർട്ട് ഗണ്ണിങ്. വളരെ പെട്ടെന്ന് ക്വിക്ക് ആയിട്ടുള്ള ഗെസസ് നടത്താൻ പറ്റും. ഒരു അമ്മയും മോളും ആണ് ജോത്സ്യൻ്റെ അടുത്ത് വരുന്നെങ്കിൽ ഒബ്വിയസ്ലി ഒരു ജോത്സ്യൻ ഗെസ് ചെയ്യുന്നത് ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അല്ല, ഭാര്യയും ഭർത്താവുമാണ് ഒരു ജോത്സ്യൻ്റെ അടുത്ത് വരുന്നത് കുട്ടികളുമായിട്ട് സംബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ജോത്സ്യൻ പലപ്പോഴും ഗെസ് ചെയ്തെടുക്കും. നിങ്ങളുടെ അപ്പിയറൻസിനെ വെച്ച് കുറച്ച് ഗെസസ്, നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ജ്വല്ലറി, നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന വാച്ച്, നിങ്ങൾ വന്ന കാറ്, ഇതിലൊക്കെ നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷൻ അവർക്ക് അസസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തൊക്കെ തരം പ്രശ്നങ്ങളിലേക്ക് കൂടെയാണ് കടന്നു പോകുന്നത് വളരെ ഈസിലി ഗെസ് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബിസിനസ് സംബന്ധപ്പെട്ട പ്രശ്നങ്ങളാണോ എന്നുള്ളത് ചിന്തിച്ചെടുക്കാൻ വളരെ തന്ത്രപൂർവ്വമായിട്ട് പറ്റുന്ന ഒരു കാര്യമാണത്. പിന്നെ ഫീഡ്ബാക്ക് ലൂപ്പാണ്. അവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, വളരെ സിമ്പിൾ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ. അതിൽ നിങ്ങൾ തരുന്ന ഉത്തരങ്ങൾ വെച്ച് എങ്ങോട്ടാണ് ഈ ഡിസ്കഷനെ അവർ കൊണ്ടുപോകേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. വീടും കുടുംബത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ പോസിറ്റീവാണ് ഉത്തരം പറഞ്ഞെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് അവരുടെ ഈ ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്യും. അപ്പോൾ അവർക്ക് അങ്ങനെ ഗ്രാജുവലി നിങ്ങൾ പറയാതെ തന്നെ അവർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഏതാണ് എന്താണെന്ന് ഗസ് ചെയ്തെടുക്കാം. പിന്നെ അടുത്തത് ഫിയർ ആൻഡ് സൊല്യൂഷൻ മോഡലാണ്. നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ തരാൻ പറ്റുന്നത് വഴിയാണ്. ആ സൊല്യൂഷൻ വളരെ പ്രാക്ടിക്കൽ ആയിരിക്കണം, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു ദോഷം, ഒരു ജാതക സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള അമ്പലമോ അല്ലെങ്കിൽ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിൽ വീണ് പോകുന്നതാണ്. അതിന് വേണ്ട ഒരു പരിഹാരം അവർ പറഞ്ഞു. പിന്നെ ഒരു വേഗ് ടൈം ലൈൻ യൂസ് ചെയ്യും. അടുത്ത 3 മാസങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ഒരു 6 മാസങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. ഇത്തരം പാസ്റ്റിൽ നടന്ന സംഭവങ്ങളെ നിങ്ങളുടെ മൈൻഡ് വഴി നിങ്ങളെ കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുമ്പോൾ അതിന് പേര് റിട്രോഫിറ്റിംഗ്. പഴയ കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് തന്നെ ഗസ് ചെയ്തെടുക്കും, എന്നിട്ട് അവരത് പറഞ്ഞ പോലെ അവർ സ്ഥാപിച്ചെടുക്കും. ഒരു ഓത്തോറിറ്റി ആൻഡ് ആംബിയൻസ് കൊണ്ടുവരിക. കുറച്ച് സംസ്കൃത ശ്ലോകങ്ങൾ പറയുന്നതും അവിടെ ഇരിക്കുന്ന ഒരു ആംബിയൻസ്, ഇരുത്തത്തിൻ്റെ ചെയറുകളും ചുറ്റിയിട്ടുള്ള അന്തരീക്ഷവും ഒക്കെ തന്നെ നിങ്ങളതിൽ വിശ്വസിച്ചിരിക്കും.